മഴ കനത്തതോടെ ദുരിതക്കയത്തിൽപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട പെരിങ്ങര സ്വദേശി ജയമോൾ ഓമനക്കുട്ടനും കുടുംബവും. കാഴ്ച പരിമിതിയുള്ള 4 പേരടങ്ങുന്ന കുടുംബത്തിന് ഭക്ഷണവും മരുന്നുമില്ല. വീടിന് 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അരുൺ ശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പിന്നിൽ കാണുന്നത് പെരിങ്ങര പഞ്ചായത്തിലെ വേങ്ങൽ പുഞ്ചപ്പാടമാണ്. അതിസാഹസികമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുള്ളൊരു കാരണമുണ്ട്. ഈ 2 ചേട്ടന്മാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ ഇവിടെ അരയ്ക്ക് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതെ, അരയ്ക്ക് മുകളിൽ വെള്ളമാണ്. ഒത്തിരി കുടുംബങ്ങൾ ഇവിടെ ഈ വാർഡ് മൊത്തമല്ല വെള്ളത്തിലാണ്. നമ്മൾ കാണുമ്പോൾ മൊത്തം ഈ പുഞ്ചപ്പാടമാണ് ഇവിടെ. പുഞ്ചപ്പാടം മൊത്തം. ഇവര് ഞങ്ങളെ ഇവിടെ എത്തിച്ചതിന് കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു വിവരം ലഭിച്ചു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അതായത് അന്ധരായിട്ടുള്ള ഒരു വീട്ടിൽ അന്ധരായിട്ടുള്ള 4 പേർ കഴിയുന്ന സ്ഥലത്ത് അവിടെ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, മരുന്ന് കിട്ടുന്നില്ല. അവർ വല്ലാത്ത ദുരിതത്തിലാണ്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ ഈ ചങ്ങാടത്തിൽ കയറി, ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ചങ്ങാടത്തിൽ കയറി നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ജയമോൾ ചേച്ചിയാണ്. ജയമോൾ ചേച്ചിയുടെ 2 മക്കളും അന്ധര അല്ലെ, കാഴ്ച പരിമിതിയുള്ളവരാണ്. ഹസ്ബൻഡ് സുഖമില്ലാത്താണ്, ഷുഗർ വന്ന് വിരലൊക്കെ മുറിച്ചാണ്. ഞങ്ങൾ ഈ വീട്ടിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ. വെള്ളം മിനിഞ്ഞാന്ന് കയറിയത്. വന്നിട്ടില്ല. ഇല്ല, നിങ്ങൾ ക്യാമ്പിലേക്ക് ക്യാമ്പിൽ പോകാൻ പറ്റത്തില്ല. മോന്റെ കാല് മുറിവ്, 2 കാലിലും വെരിക്കോസ് ഓപ്പറേഷൻ ചെയ്താണ്. അത് ഇതുവരെ കരിഞ്ഞിട്ടില്ല. ഇതാണല്ലേ മക്കള് വെള്ളം കയറി ഇപ്പൊ വീട്ടിൽ മൊത്തം വെള്ളമാണ്. എന്താ കയറാനിറങ്ങാനൊക്കെ വലിയ പാടല്ലേ? ബുദ്ധിമുട്ടാണ്. വെള്ളം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കയറി കഴിയുമ്പോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇല്ല, നമുക്ക് ഈ കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ട് വീഴാനും ഒക്കെ വലിയ സാധ്യതയാണല്ലേ? ഈ ടൈലാകുമ്പോ പെട്ടെന്ന് വഴിക്ക് പോകും. അറിയില്ല. ഇങ്ങനെ ഓമനക്കുട്ട ചേട്ടൻ കാലൊക്കെ ഇതെന്ത് പറ്റിയതാ? ഷുഗറാ. വെള്ളം മുറിച്ചതാ. ഈ വിരലും മുറിച്ചു കളഞ്ഞ തള്ളവരല്. ഇവിടുന്ന് വെള്ളത്തിൽ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. കണ്ണിന്റെ കാഴ്ച കുറവ്. അപ്പൊ ഈ വെള്ളം പോയി കണ്ണ് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു ഇവിടെ. അപ്പൊ അതിന് പോകാനായിട്ട് പറ്റിയില്ല. ഈ വെള്ളപ്പൊക്കം കാരണം ഒരു തരത്തിൽ പെരക്കകത്തൊന്നും പുറത്ത് പോകാൻ പറ്റത്തില്ല. 4 പേരോളം കാഴ്ച പരിമിതി ഉള്ളവരാണ്. ചേട്ടന്റെ കാലിന് എന്ത് പറ്റി? ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുക. കാരണം നമുക്ക് ക്യാമ്പിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഭക്ഷണമൊക്കെ ഉണ്ടോ? ഭക്ഷണം ഒന്നും ഇല്ല. മരുന്നും ഇല്ല. കോവണി കയറി ഇറങ്ങുന്നത് റിസ്ക് അല്ലേ? കോണി കയറി ഇറങ്ങാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇലക്ഷൻ വരുമ്പോ എല്ലാം വഴി ഓക്കെയാ. ഇപ്പൊ ഞങ്ങൾക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യാത്ത, ഇതുവരെ ചെങ്ങാടത്തിലൊന്നും കയറത്തില്ല. പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയല്ലേ ഞങ്ങൾ. ഇത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പുഞ്ചപ്പാടമാണ്, വെള്ളം കയറി കിടക്കുന്നു. ഈ വീടിന്റെ പുറകുവശത്തേക്ക് നോക്കിയാലും സമാനമായ അവസ്ഥയാണ്. അതായത് പുറകിലും വെള്ളം കയറി കിടക്കുകയാണ്. ഈ 4 ചുറ്റും വെള്ളമാണ്. ആ 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ ദുരിത ജീവിതം നയിക്കുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ടോ? ഭക്ഷണമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം തീർന്നു. മരുന്നുകളോ? മക്കൾക്ക് മരുന്ന്, മോന് മരുന്ന് വേണം, ഹസ്ബൻഡിന് മരുന്ന് വേണം. മെമ്പറെയൊക്കെ വിവരം അറിയിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. അവര് അന്നേരം ഈ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുക എന്നൊക്കെ വന്നില്ല ഇതുവരെ. ഇവിടെ രക്ഷാപ്രവർത്തനം നടന്ന MLAയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയാണ്. ഈ കുടുംബത്തിന്റെ ദുരിതാവസ്ഥ നമ്മൾ ഇപ്പോൾ കണ്ടു. ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്, കാഴ്ച പരിമിതി ഉള്ളവരുണ്ട്. എത്രയും വേഗം അധികാരികൾ ഇവരെ ഇവിടുന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകണം. അത് മാത്രമല്ല, ഇവർക്ക് ഭക്ഷണം, അതുപോലെ തന്നെ മരുന്നുകൾ എന്നിവ ലഭ്യമാക്കാനും ഇടപെടണം. നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ ചങ്ങാടത്തിൽ തന്നെ ഇവരുടെ സഹായത്താൽ. വലിയ ദുര്യോഗം തന്നെയാണ്, ഗതികേട് തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ചുറ്റും വെള്ളക്കെട്ടിനാൽ ആണ് മൂടപ്പെട്ടിരിക്കുകയാണ് ആ വീടെന്ന് പറയുന്നത്. ചുറ്റും വെള്ളമാണ്. ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പരിമിതികൾ ഏറെയുണ്ട് 4 പേർക്കും. അങ്ങനെ ഒരു കുടുംബമാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാവുന്നത്. ചിഞ്ചുവിൻ്റെ സഹോദരൻ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നിലവിൽ നിങ്ങളെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ, അതായത് അവിടെ നിന്നും മാറി ഒരു ക്യാമ്പിലേക്കോ ഒരു സുരക്ഷിതമായ ഇടത്തിലേക്കോ കൊണ്ടുപോകാൻ ആരും ഇടപെട്ടിട്ടില്ലേ? ഒരു ജനപ്രതിനിധികളോ ആരും? ഞങ്ങള് ക്യാമ്പിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാല് വെരിക്കോസ് വെയിനാണ്. വെള്ളത്തില് ചവിട്ടാൻ പറ്റത്തില്ല. എന്റെ അച്ഛന്റെ കാല് എന്റെ നെല്ല് കട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ ചവിട്ടാൻ പറ്റില്ല. അതുപോലെ ക്യാമ്പിൽ പോയാലോ ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂം കിട്ടിയാലേ ഞങ്ങൾക്ക് കഴിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ക്യാമ്പിലോട്ട് പോകാത്തത്. പിന്നെ അതന്നല്ല, ഇവിടുത്തെ മെമ്പറെ നമ്മൾ 2-3 തവണ വിളിച്ചിട്ട് മെമ്പർ വരാമെന്ന് പറഞ്ഞല്ലാണ്ട് മെമ്പർ വന്നില്ല. അവിടുത്തെ മെമ്പർ ആരാ? മെമ്പർ എന്ന് പറഞ്ഞാൽ വരാമെന്ന് നിങ്ങളോട് പറഞ്ഞു, പക്ഷെ വന്നില്ല ഇതുവരെ അല്ലേ? അങ്ങനെയല്ലേ?
ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് മഴ ഇനി കൂടുതൽ വെള്ളക്കെട്ടിനുള്ളിലല്ലേ ഉള്ളത്. എങ്ങോട്ട് എങ്ങനെ പുറത്തു പോകാനാകും? പുറത്തേക്ക് എങ്ങനെ? പുറത്തു പോകാൻ കഴിയില്ല. നമ്മള് മേളിലിപ്പോ കഴിയും. ഇപ്പൊ പുറത്ത് നമ്മുടെ കാലാവസ്ഥ ഇതാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ പറയുന്നത് വ്യക്തമാകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിപ്പോൾ എത്ര ദിവസമായി വെള്ളത്തിനുള്ളിലായിട്ട്? അതായത് ഇന്നലെ രാത്രി വീട്ടിനുള്ളിൽ വെള്ളം കയറാൻ തുടങ്ങിയത്. ഏത് വാർഡാണെന്ന് കൂടി പറയോ? വാർഡും പഞ്ചായത്തും കൂടി ഒന്ന് പറയോ? പെരിങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ 3 വാർഡ്. ഏതാ? പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ്. 3-ാം വാർഡ് അല്ലേ? ശരി, എന്തായാലും ഇത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാനാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ടെങ്കിലും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടർ ഈ പഞ്ചായത്ത് വാർഡ് മെമ്പറെയും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെയൊക്കെ അറിയിക്കാൻ ശ്രമിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ജനപ്രതിനിധികൾ ഇടപെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അവരോട് സുരക്ഷിതരായിരിക്കൂ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് വെള്ളവും ഭക്ഷണവും ഒന്നുമില്ല, മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ആ വെള്ളക്കെട്ടിനകത്ത്, ആ വീട്ടിനകത്ത് കഴിയുന്നത്.